സോ ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് മാച്ച് ജവഹർലാൽ സ്റ്റേഡിയത്തിൽ നാളെ നടക്കാൻ പോവാണ് ഈ ഒരു മാച്ച്. സോ ഇപ്പൊ ഈസ്റ്റ് ഗാലറി ഫുൾ ആയിട്ടുണ്ട്. ആഫ്റ്റർ എ വൈലാണ് ഈ ഒരു ഇന്റർനാഷണൽ മാച്ച് ഈ കേരളത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ തന്നെ സപ്പോർട്ട് കൊടുക്കേണ്ട സമയമാണ്. ഓൾറെഡി ഇന്ത്യ പുറത്തായി, പക്ഷേ ഇന്ത്യയുടെ ഫുട്ബോൾ തന്നെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊന്ന് കാണിച്ചു കൊടുക്കണം ഇന്ത്യയിൽ ഇപ്പോഴും ഫുട്ബോൾ ഫാൻസ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റേഡിയം നടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ളത്. ഇന്ത്യയുടെ മാത്രമല്ല വേൾഡിനെ തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു മാച്ചായിട്ട് മാറട്ടെ. അതെ, അർജന്റീനയുടെ മാച്ച് വരുന്നുണ്ട്, പോർച്ചുഗലിന്റെ മാച്ച് വരുന്നുണ്ട്, പിന്നെ ഇറ്റലിയുടെ ക്വാളിഫിക്കേഷൻ ഫൈനൽ വരുന്നുണ്ട്. അതെല്ലാം 1-ാം തീയതി നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇറ്റലി ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. താരതമ്യേന ഒരു സിമ്പിൾ മാച്ചാണ്, ജയിച്ചു പോകേണ്ടതാണ്. പിന്നെ പോർച്ചുഗലിന് ഇന്നലെ ഒരു സമനിലയുണ്ട് മെക്സിക്കോ ആയിട്ട്. സിമ്പിൾ ആയിട്ടാണ്, ഒരു പ്രഷർ കൊടുക്കാതെയാണ് മാച്ച് കളിച്ചത്. പിന്നെ USA ആയിട്ടാണ് അടുത്ത മാച്ച് അവർക്ക് നടക്കാൻ പോകുന്നത്. വലിയ പ്രഷർ ഒന്നും ചെയ്യാതെ ആയിരിക്കും കളിക്കുന്നത്. പ്ലേയേഴ്സിന് ഇഞ്ചുറി ആവാതിരിക്കാന്നുള്ളതുകൊണ്ട് ഫ്രണ്ട്ലി കളിച്ചു പോകാന്നുള്ളതാണ് ഫാക്ടർ. പിന്നെ ഫ്രാൻസിന് ചെയ്യുന്നുണ്ട് ഇന്നലെ. സോ അവര് ബി ടീം ഇറങ്ങിയത്. എംബാപ്പയൊക്കെ പുറത്തിരുന്നു, ഇങ്ങനെ കളി കാണിയായിരുന്നു പകുതി സമയം. സോ എന്നിട്ട് അവര് ജയിച്ചു. റാഫിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ റാഫിന് ഒരു മാസത്തേക്കില്ല. അതിന്റെ അഡ്വാൻറ്റേജ് അല്ല ഡിസ്അഡ്വാൻറ്റേജ് കിട്ടുന്നത് ബാഴ്സലോണയ്ക്കാണ്. ആക്ച്വലി ശരിയാണ്. ബാഴ്സലോണയിലേക്ക് നോക്കി കഴിഞ്ഞാൽ റാഫിന് വലിയൊരു പാർട്ട് തന്നെയാണ് ടീമിൻ്റെത്. പുള്ളി പുറത്തിരിക്കുന്ന ടീമിന് നല്ല തിരിച്ചടി തന്നെയാണ്. അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പിന്നെ ഒരു പ്ലെയറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ടീം കളിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരവുമാണ്. പക്ഷെ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. റാഫിന് നെടുന്തൂൺ പോലെ ഓടുന്നുണ്ടെന്നുള്ള കാരണം എൽ ക്ലാസിക്കോ തന്നെ നോക്കിയാണെങ്കിൽ കഴിഞ്ഞാൽ എൽ ക്ലാസിക്കോ റാഫിൻ ഇല്ലാത്ത എൽ ക്ലാസിക്കോ ഒരു സ്ട്രഗിൾ ഉണ്ടാക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്ലെയറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു ടീം പോകാന്നുള്ളത് ഭയങ്കര മണ്ടത്തരമുള്ള. ഇവർക്ക് ഇനി വരാൻ പോകുന്ന മാച്ചുകൾ അത്ലറ്റിക് മാഡ്രിഡാണ് ആദ്യത്തെ മാച്ച് തന്നെ. പിന്നെ ചാമ്പ്യൻസ് ലീഗ് അത്ലറ്റിക് മാഡ്രിഡ് തന്നെ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇസ്പാനിയായിട്ട് ഒരു മാച്ച് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡിലേക്ക് വരുന്നുണ്ട്. സോ വള്ളിയാണ് ഈ മാസം നല്ല കുറെ മാച്ചുകളുള്ള സമയത്താണ് പുള്ളിക്ക് ഈ 3 മാച്ചുകൾ അവർ ഡൗൺ ആയ പണി കിട്ടും. റയൽ മാഡ്രിഡ് വിൽ ബി ലാ ലീഗ ചാമ്പ്യൻസ്. അല്പം അതിമോഹമായി പോയില്ലേ അത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെവൻഡോസ്കിയുടെ കരാറിന്റെ കാര്യമാണ്. സൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ കരാർ നീട്ടാനുള്ള ആ ഒരു സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതിനുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കുറച്ച് വേതനം കുറച്ചിട്ടായിരിക്കും ഇത്തവണ കരാർ ഒപ്പിടുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതെ, പിന്നെ പറയാനുള്ളത് പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനില്ല, അടിച്ചു പിരിഞ്ഞു ചോദിക്കുന്നുണ്ട്. പക്ഷെ അടിച്ചു പിരിഞ്ഞിട്ടില്ല. ചെക്കന് ശാരീരികമായ പ്രോബ്ലം കാരണം ഈ വരാത്ത. ചെറുക്കന് പനി പിടിച്ചിട്ടാണ് കേസ്. അത് ചിക്കൻ ബോക്സ് ആണ്, അതാണ് ആള് വരാത്തത്, റെസ്റ്റിലാണ്. അപ്പൊ ഒരു 10 ദിവസത്തെ ബ്രേക്ക് ഉണ്ട്. പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് ആ കാര്യത്തിൽ. അവൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ പഴയ പോലുള്ള ഫൈറ്റുകളൊക്കെ. പിന്നെ ഇപ്പൊ പറയാനുള്ള ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് ആണ്. അപ്പൊ ഇതുവരെ ടിക്കറ്റ് ഫില്ലായിട്ടില്ല കേട്ടോ. ഇപ്പോഴും ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് കിടക്കുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറ്റാൻ പറ്റുന്ന വരിക.